ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുനിയാവിൽ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതിലല്ല കാര്യം, ആ ജീവിച്ച നാൾ എത്രത്തോളം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചു എന്നുള്ളതിലാണ് കാര്യം. എവിടെ ജീവിച്ചു എന്നുള്ളതിലല്ല കാര്യം. നമ്മൾ നോക്കുമ്പോൾ സൗദി അറേബ്യയിൽ, മക്കയിൽ ജീവിക്കുന്ന ആളുകൾ, മദീനയിൽ ജീവിക്കുന്ന ആളുകൾ, ഇങ്ങകലെ ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ പള്ളിയുടെ അകത്ത്, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ അകത്തുള്ള ഏറ്റവും നല്ല ഒരു മനോഹരമായ സംസ്ഥാനമായ കേരളത്തിൻ്റെ ഏറ്റവും ഉത്തിഷ്ഠമായ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൻ്റെ മുടിക്കലിൻ്റെ ഈ പള്ളി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ, നമ്മളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠരല്ല മക്കയിൽ കഴിയുന്നവർ, മക്കയേക്കാൾ അവിടെ ജീവിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠരല്ല നമ്മൾ. നമ്മുടെയൊക്കെ ജീവിതം സ്ഥലം കൊണ്ടല്ല വ്യത്യാസപ്പെടുന്നത്, നമ്മുടെ ജീവിതം കൊണ്ടാണ്. എവിടെ ജീവിച്ചു എന്നുള്ളതിലല്ല കാര്യം, എത്ര നാൾ ജീവിച്ചു എന്നുള്ളതിലുമല്ല കാര്യം, എത്രത്തോളം അള്ളാഹുവിന് വേണ്ടി വഴിപ്പെട്ട് ജീവിച്ചു എന്നുള്ളതിലാണ് കാര്യം എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ആയുസ് കൂടുതൽ അള്ളാഹു നമുക്ക് തരുമ്പോൾ അത് നമുക്ക് തന്ന ഭാഗ്യം. ആയുസ് കുറഞ്ഞവർ, ഭാഗ്യം കെട്ടവർ അങ്ങനെയല്ല. ഈ ലോകം കണ്ട ജീവിച്ച മഹാനായ ഇമാമുന നബവി റളിയല്ലാഹു അൻഹു, വലിയ വലിയ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയ മഹാൻ കേവലം 40 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ആലിമീങ്ങളും മഹത്തുക്കളൊക്കെ വളരെ കുറഞ്ഞ കാലം ജീവിച്ച് മരണപ്പെട്ടു പോയവരുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ഈ തന്നിരിക്കുന്ന ആയുസ് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാനുള്ളതാണ്. പെട്ടെന്ന് റൂഹ് പിടിച്ചു കൊണ്ടുപോകുന്നതും ഒരുപാട് ദീർഘനാൾ ആയുസ് തരുന്നതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണം തന്നെയാണ്. വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. മുഅ്മിനീങ്ങളിൽ നിന്ന് അവരുടെ ശരീരങ്ങളും അവരുടെ സമ്പത്തുകളും ഒക്കെ അള്ളാഹു വിലയ്ക്ക് വാങ്ങും. എല്ലാം അള്ളാഹു വിലയ്ക്ക് വാങ്ങും. അള്ളാഹു കൊടുത്ത സമ്പത്തുകളും കൊടുത്ത ജീവനും അള്ളാഹു തിരിച്ചെടുക്കും. എന്നിട്ട് പകരം അള്ളാഹു സ്വർഗം തരും നമുക്ക്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാവട്ടെ. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ വേളയിൽ മക്കയിൽ നിന്ന് മദീനയിൽ പോകുന്ന വേളയിൽ ഖുറൈശികളായ ആളുകൾ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. നമുക്കറിയാം, ഹബീബായ തങ്ങളും സ്വഹാബാക്കളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ഹിജ്റ, ആ ഹിജ്റയുടെ വിശുദ്ധമായ മാസത്തിൽ മുഹറത്തിലാണ് ഞാനും നിങ്ങൾ ഉള്ളത്. സഹോദരങ്ങളെ, അങ്ങനെ പോകുന്ന വഴിയിൽ മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുപാളയത്തിൽ തടഞ്ഞു നിർത്തിയപ്പോൾ ആ ശത്രുക്കളോട് മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യാ മഅ്ശറ ഖുറൈശ്, മക്കയിലെ മാടമ്പിമാരെ, ഹേ മക്കയിലെ മാടമ്പിമാരെ, ലഖദ് അലിംതും അന്നീ മിൻ അർമാകും റജുലാ, നിങ്ങൾക്കറിയില്ലേ ഏറ്റവും വലിയ ബ്ലാങ്ക് പോയിന്റിൽ അമ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാനെന്ന്. കൃത്യമായി അമ്പ് ചെയ്ത് നിങ്ങളെ കൊല്ലാൻ കഴിവുള്ള സുഹൈബാണ് ഞാനെന്ന് നിങ്ങൾക്കറിയില്ലേ? ലാ തസിലൂന ഇലയ്യ ഹത്താ അർമി ബികുല്ലി സഹ്മിൻ മഈ ഫീ കിനാനതി, എന്റെ വക്കത്ത് അതിനുള്ള അമ്പുകളും ആയുധങ്ങളുമുണ്ട്. സുമ്മ അദ്റബ ബിസൈഫി, പിന്നെ എന്റെ കയ്യിൽ നല്ല വാളുണ്ട് നിങ്ങളെ വെട്ടി വീഴ്ത്താൻ. അതുകൊണ്ട് ഞാൻ പക്ഷേ മാ ബഖിയ ഫീ യദീ മിൻഹു ശൈഉൻ, ഒന്നും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സുമ്മഫ്അലൂ മാ ശിഅ്തും, നിങ്ങൾ എന്റെ സമ്പത്താണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ. സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് മക്കയിലെ മുശ്രിക്കീങ്ങൾ പറയുന്നുണ്ട്, സുഹൈബേ, നീ ഒന്നുമില്ലാത്തവനായിട്ടാണ് മക്കയിൽ വന്നത്. ഇവിടെ വന്നിട്ട് നീ ഞങ്ങളെ തഴഞ്ഞിട്ട് മുഹമ്മദിനെ പിൻപറ്റി. നീ ഇപ്പൊ മുഹമ്മദിന്റെ കൂടെ മദീനയിലാണ് പോകുന്നതെങ്കിൽ നിന്റെ സമ്പത്തൊന്നും നീ കൊണ്ടുപോവണ്ട എന്ന് പറയുമ്പോ സുഹൈബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മക്കാ നിവാസികളെ, നിങ്ങൾക്ക് എന്റെ സമ്പത്ത് എവിടെയാണ് കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്റെ ആറ്റിൻപറ്റക്കൂട്ടങ്ങളും എന്റെ മുന്തിരിത്തോട്ടങ്ങളും എന്റെ ഈത്തപ്പഴത്തോട്ടങ്ങളും എവിടെയാ കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ പോയെടുത്തോ. വഖല്ലൈതും സബീലി, എന്നെ എന്റെ വഴിക്ക് വിട്ടേരെ എന്ന് സുഹൈബ് റളിയല്ലാഹു അൻഹു പറയുമ്പോ ഖുറൈശികൾ പറയുന്നുണ്ടെന്നാ നീ നിന്റെ വഴിക്ക് പൊയ്ക്കോ.
അങ്ങനെ മദീനയിൽ ഹിജ്റ ചെയ്ത് പലായനം ചെയ്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തുമ്പോൾ ഹബീബായ തങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. സുഹൈബേ റബിഹൽ ബൈഅ അബാ യഹ്യാ, റബിഹൽ ബൈഅ അബാ യഹ്യാ, എന്ത് നല്ല കച്ചവടമാണ് മോനെ നീ തലേ ദിവസം ചെയ്തത്, ഏറ്റവും നല്ല കച്ചവടമാണല്ലോ നീ ചെയ്തതെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. ഒന്നും പ്രതിസന്ധിയായില്ല. നമ്മുടെയൊക്കെ മുന്നിൽ ഇതൊരു വലിയ ചരിത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വെച്ചത്. സുഹൈബ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴി ശത്രുക്കൾ തടഞ്ഞിട്ട് പറയുന്നു, സുഹൈബേ നിന്റെ സ്വത്തൊന്നും കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കൂല, നീ വേണമെങ്കിൽ വെറും കൈയോടെ വയ്ക്കോ. എല്ലാം കൊടുത്തു. താൻ സമ്പാദിച്ചു കൂട്ടിയ സമ്പത്ത് മുഴുവനും കൊടുത്തിട്ട് മദീനയിലേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെല്ലുമ്പോ റസൂലുള്ള പറയാ, ഏറ്റവും നല്ല കച്ചവടം നീ ചെയ്തല്ലോ. ഒരു വലിയ പാഠമുണ്ട് നമുക്ക്, ഒരു വലിയ പാഠമുണ്ട്. വേണമെങ്കിൽ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ പറയാമായിരുന്നു, ശത്രുക്കൾ തടഞ്ഞു നബിയെ, വരാൻ പറ്റിയില്ല. അങ്ങനെ പറഞ്ഞ കുറെ മുനാഫിഖീങ്ങളുണ്ട്. നബി തങ്ങളോട് കാരണം പറഞ്ഞിട്ട് ഹിജ്റ പോകാതെ മക്കയുടെ സമ്പത്ത് നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ട് മദീനയിൽ പോവാത്ത കുറെ ആളുകൾ. ആ കൂട്ടത്തിൽ സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ലാഭക്കച്ചവടത്തെ പറ്റി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, സഹോദരങ്ങളെ, പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലുണ്ടാകും, പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. എത്ര ഇടുങ്ങിയ സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ അമലുകളും നമ്മുടെ ജീവിതങ്ങളും ഇസ്ലാമിന്റെ ചിട്ടയിൽ കൊണ്ടുപോകാൻ നമുക്ക് തടസ്സമാകരുത്. അതാണ് ഇങ്ങനെയുള്ള ചരിത്രം പറഞ്ഞു തരിക. ദീൻ എന്ന് പറയുന്ന കാര്യത്തിനോട് ഒരു അണുകയുടെ വ്യത്യാസം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടല്ലാതെ, അങ്ങനെ ചിന്തിച്ചിട്ടല്ലാതെ ഈ ഭൂമിയിൽ ഞാനും നിങ്ങൾ ജീവിക്കരുത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. മുസ്ലിമായി ജീവിക്കാൻ തടസ്സമാണ് ചില കാര്യങ്ങൾ. അപ്പം തടസ്സമായത് കൊണ്ട് എനിക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. നിസ്കരിക്കാൻ വരാൻ തടസ്സം. എന്താ തടസ്സം? എനിക്ക് ചില രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾ കൊണ്ട് നിനക്ക് പള്ളി വന്ന് നിസ്കരിക്കാൻ പറ്റും, പക്ഷേ ആ രോഗങ്ങളുടെ കാരണം പറഞ്ഞ് നീ പള്ളി വരുന്നില്ല. അതുനാൾ അള്ളാന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. ചെറിയ കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ ദീനിനെ ഒഴിവാക്കുന്നു, നമ്മൾ ദീനെ പുറംകാല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ പരാജയപ്പെട്ടതും ബദരീങ്ങൾ വിജയിച്ചതും. എന്താ നിങ്ങൾ നിസ്കരിക്കാൻ വരാത്തതിന്റെ കാരണം? ആ സമയത്താണ് നല്ല കച്ചവടം നടക്കുക, ഞങ്ങൾ എങ്ങനെ വരും? പ്രശ്നം. മെഹ്റാബിന്റെ ഉള്ളിൽ നിന്ന് മുസ്ലിയാർക്ക് എന്തും പറയാം. നിങ്ങളുടെ ഡ്യൂട്ടി ഇതല്ലേ. നിങ്ങൾ തൊപ്പിയും തലപ്പാൻ വെച്ചോണ്ട് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ 5 വക്കത്ത് നിസ്കരിച്ച് കിടന്നുറങ്ങിയാൽ മതിയല്ലോ. എനിക്ക് കച്ചവടമുണ്ട്, ബിസിനസ് ഉണ്ട്. ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാനെ ദീനനെ പുറങ്കാല കൊണ്ട് ചവിട്ടുന്നവർ പഠിച്ചോ. മഹാന്മാരായ മുൻഗാമികളായ സ്വഹാബാക്കൾക്കും ഇരിക്കാമായിരുന്നു പള്ളിയുടെ അകത്തളത്തിൽ. അവരും ഇരുന്നു, പക്ഷെ അവരുടെ ജോലികളെല്ലാം ചെയ്തതുകൊണ്ട് അവർ വൃത്തിയായിട്ട് അവരുടെ ദീനിന്റെ വിഷയത്തിൽ ഒരു അണു കീട വ്യത്യാസം വരുത്തിയിട്ടില്ല. നമുക്ക് നമ്മുടെ എന്താ നിങ്ങൾ താടി പഠിക്കാനുള്ള കാരണം? ഭാര്യ പറഞ്ഞു അത് വെച്ചക്ക് ഗ്ലാമറില്ല. ഇതാണ് കാരണം. ഇസ്ലാമിന്റെ ഷിയാറുകളെ എന്തുകൊണ്ട് തലമറയ്ക്കുന്നില്ല? റസൂലുള്ളാഹിന്റെ സുന്നത്ത്. തലയിലെ മുടി കൊഴിയുന്നുണ്ട്. ചെറിയ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ കല്യാണങ്ങൾ അങ്ങനെ നടക്കുന്നു? നമ്മുടെ നിക്കാഹുകൾ, നമ്മുടെ മഹലുകൾ അടുത്ത് നടന്ന നിക്കാഹങ്ങളൊക്കെ നടന്ന ഓഡിറ്റോറിയത്തിലാ. നിക്കാഹ് എന്ന് പറയുന്ന സംവിധാനം നടക്കേണ്ടത് പള്ളിയുടെ ഉള്ളിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു വല്ലാത്ത ഒരു ബന്ധമാണ് നിക്കാഹ്. ആ നിക്കാഹ് നടത്തേണ്ടത് പള്ളിയുടെ ഉള്ളിൽ. എന്തുകൊണ്ട്? നിക്കാഹിന്റെ സദസ്സിൽ മലായിക്കത്തുകൾ ഹാജറാകേണ്ടതുണ്ട്. എന്തുകൊണ്ട് നീ ഓഡിറ്റോറിയത്തിൽ വെക്കുന്നു? എല്ലാവരും വെക്കുന്നു. എനിക്ക് കാശുണ്ട്, ആസ്തിയുണ്ട്, സംവിധാനമുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനകത്ത് വെക്കുന്നു. അതിനകത്ത് വെക്കാൻ പറ്റില്ല. നാടോടുമ്പോ നടുവേ ഓടാണ് നമ്മൾ. ഈ ഒരു സ്വഭാവങ്ങൾ ഇനി കൂടി വരും. അങ്ങനെ കൂടി വരുമ്പോ ദീൻ നശിക്കും. ദീൻ നശിക്കുമ്പോ അള്ളാഹ് എന്ന് പറയുന്ന ആൾ ഇവിടെ ഇല്ലാതാവും. അപ്പൊ ഈ ലോകം അവസാനിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊക്കെ വിചാരിക്കും നമ്മളാണ് ഏറ്റവും വലിയ ഈമാനുള്ള ആളുകളാണ്. ചവറുവാരുന്ന ഓടയിൽ നിന്ന് മലിനങ്ങൾ വാരിക്കളയുന്ന ആളുകളുടെ ഈമാൻ പോലും എനിക്കും നിങ്ങൾക്കുമില്ലല്ലോ.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കഥ പറയുകയാണ്, ഒരു കറുത്ത പെണ്ണുണ്ടായിരുന്നു മദീനയിൽ. ആരും ശ്രദ്ധിക്കാത്തൊരു പെണ്ണായിരുന്നു മദീനയിൽ ഉണ്ടായിരുന്ന സൗദ എന്ന് പറയുന്ന പെണ്ണ്. ആ പെണ്ണ് സുബ്ഹാനല്ലാഹ് മദീന പള്ളി എല്ലാ ദിവസവും ഒന്നടിച്ചു വരികയാണ്. ഒരു സഹാബത്തും ശ്രദ്ധിക്കൂല, ഒരാളും പരിഗണിക്കൂല. ഒരു ബായിയായ ഒരു ബായിച്ചിയായ ഒരു പെണ്ണ് നമ്മുടെ പള്ളി വന്ന് മുറ്റമടിക്കുമ്പോൾ നമ്മൾ വളരെ തരം താഴ്ന്ന ലോ ലെവലായിട്ട് കാണുകയാണ്. പക്ഷെ അവന്റെ കൽവിലുള്ള ഈമാനിനാണ് പ്രിയപ്പെട്ടവരെ വിലയുള്ളത്. സഹോദരങ്ങളെ, ഈ കറുത്ത പെണ്ണ് മദീന പള്ളിയിൽ വരാതെയായി. മദീന പള്ളിയിൽ ഈ പെണ്ണ് കുറെ നാളായിട്ട് വരുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് അന്വേഷിച്ചു, എവിടെയാണ് ആ പെണ്ണെവിടെയാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബാക്കൾ പറഞ്ഞു, നബിയേ അവൾ മരണപ്പെട്ടു യാ റസൂലല്ലാഹ്. അഫലാ കുന്തും ആദൻതുമൂനി, നിങ്ങൾ എന്തേ എന്നെ അറിയിക്കാത്തത്? നിങ്ങൾ എന്തേ ആ പെണ്ണിന്റെ വിഷയത്തിൽ എന്നെ ബുദ്ധിമുട്ടിച്ചത്? അവൾ മരണപ്പെട്ടു പോയ കാര്യം എന്തേ നിങ്ങൾ എന്നെ അറിയിക്കാത്തത്? റസൂൽ ചോദിക്കാൻ, നോക്കിയേ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു മരണം സംഭവിച്ചു, ഒന്നുകിൽ നമ്മുടെ ഫാമിലി മെമ്പർ ആവണം, അല്ലെങ്കിൽ നല്ല കുടുംബക്കാരാവണം, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവാകണം. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ എല്ലാവരും പോകും ദുആ ചെയ്യാൻ. ആ നാട്ടിൽ ആരും അറിയപ്പെടാത്തൊരു സാധു മരണപ്പെട്ടാൽ നമ്മൾ പോവില്ല. അപ്പം ഒരുപാട് യാത്ര, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ചിന്തിക്കണം, മദീനയുടെ രാജകുമാരൻ, ഈ ലോകം പടയ്ക്കാൻ കാരണക്കാരനായ, ലോകത്തിന്റെ അത്യുജ്വല പ്രഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രമായ മഹാനായ മുഹമ്മദ് മുസ്തഫ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തേടിയത് ഉന്നതനായ സ്വഹാബിയുടെ പേരല്ല. കറുത്ത് കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന അടിമ പെണ്ണായ അള്ളാന്റെ റസൂലിന്റെ മദീനെ ആരും ശ്രദ്ധിക്കാതെ വന്ന വൃത്തിയാക്കിയ പെണ്ണ് മരണപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് ചോദിച്ചു, എന്തേ നിങ്ങൾ എന്നെ അറിയിക്കാത്തത്? എവിടെയാണ് ആ പെണ്ണിന്റെ ഖബറൊന്ന് പറഞ്ഞു തരുമോ? ദുല്ലുനി അലാ ഖബരിഹി, ആ ഖബറൊന്ന് അറിയിച്ചു തരുമോ? ഖബർ അറിയിച്ചു കൊടുത്തപ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടെ ചെന്നു. ഫസല്ലാ അലൈഹാ, ആ ഖബറിന്റെ ചാര നിന്ന് റസൂലുള്ള മയ്യത്ത് നിസ്കരിച്ചു. ഒരു വലിയ സ്വഹാബിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല സഹോദരങ്ങളെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒരു ഭാഷയുണ്ട്, ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ളുൽമതൻ അലാ അഹ്ലിഹാ. ഈ ഖബർ നിറയെ ഇരുട്ടായിരുന്നു, ഈ ഖബറിന്റെ ഉള്ളിൽ നിറയെ ഇരുട്ടായിരുന്നു. എന്റെ നിസ്കാരം കൊണ്ട് ഹബീബായ തങ്ങൾ പറയുന്നു, യുനവ്വിറുഹാ ലഹും ബിസ്വലാത്തി അലൈഹിം, ഞാൻ നിസ്കരിച്ചപ്പോഴാണ് ആ പെണ്ണിന് പ്രകാശം കിട്ടിയത്. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശാണ്. മരിച്ചുപോയ മയ്യത്തിന് ജീവിച്ചിരിക്കുന്നവർ ചെയ്താൽ ഒന്നും ഖബറിന്റെ ഉള്ളിൽ കിട്ടൂല എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ടായിരിക്കെ റസൂലുള്ള പറയുന്നു, ഞാൻ നിസ്കരിച്ചപ്പോഴാണ് അതിന്റെ ബറക്കത്ത് കൊണ്ട് ആ ഖബറിന്റെ ഉള്ളിൽ പ്രകാശം കിട്ടിയത്. പാപ്പാടെ ഖബർ തിരിഞ്ഞു നോക്കാത്തവരെ, ഉമ്മാടെ ഖബറിൽ പോയി ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാത്ത നന്ദി കെട്ടവരുണ്ടെങ്കിൽ കേട്ടോ, ആ ഖബർ ഇരുട്ടാൻ, അവിടെ അദാബിന്റെ മേൽ അദാബാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നിന്നെ വളർത്തിയെടുത്തതിന്റെ നന്ദിയായിട്ടാണെങ്കിലും ആ ഖബറിന്റെ അരികെ പോയിട്ട് ഒരു സലാമെങ്കിലും ആഴ്ചയിൽ നീ ഒരു ദിവസം പോലും, ഒരു ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും നീ അവിടെ പോയി പറഞ്ഞില്ല എങ്കിൽ ഈ ആകാശത്തിന്റെ താഴെ നന്ദി കെട്ടവന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നിന്നെയും എണ്ണുന്നതാണ്. ഒരു സംശയമില്ലല്ലോ. സ്വന്തം ഉപ്പാനെയും ഉമ്മാനെയും മറന്നിട്ടവരെ അഭിമാനം പറഞ്ഞാൽ മാത്രം പോരാ, അവരെ ഖബർ നീ ജീവിപ്പിക്കണേ ഉപ്പാ. അവരാഗ്രഹിക്കുന്നുണ്ട്, എന്റെ പുള്ള ഒരു സലാം പറയുന്നില്ലല്ലോ. അടിമപ്പെണ്ണിന്റെ ഖബർ അന്വേഷിച്ച് അല്ലാഹുവിന്റെ റസൂല് പോയിട്ട് ഒരു സലാം പറഞ്ഞ് നിസ്കരിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും എന്റെ വാപ്പയുടെയും ഉമ്മയുടെയും ഖബറിന്റെ അരികിൽ എത്ര തവണയാ പോകേണ്ടത്? എത്ര തവണ പോയാ മതിയാവും? എത്ര തവണ
പോയാൽ മതി. പട്ടിണി കിടന്ന് വളർത്തിയ ഉമ്മാനെ മറക്കുന്ന മക്കളായി നമ്മൾ മാറുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, അല്ല, ദുനിയാവിൽ എത്ര നാള് ജീവിച്ചു എന്നുള്ളതിലല്ല കാര്യം. നമ്മൾ പറയും 150 വയസ്സ് വരെ എന്റെ കാരണവന്മാരുണ്ടായിരുന്നു, എന്റെ ഉപ്പാക്ക് 100 വയസ്സായിരുന്നു. എന്നാൽ കേട്ടോ, എത്ര നാൾ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിലല്ല കാര്യം, എങ്ങനെയാണ് ജീവിച്ചു എന്നുള്ളതിലാണ് കാര്യം. അല്ലാഹു ഈമാൻ തരട്ടെ, അല്ലാഹു ഈമാൻ തരട്ടെ. ആളുകൾ പറയും നമ്മളെ പറ്റിയിട്ട് മരിച്ചുപോയി കഴിയുമ്പോ, ഓ, അവൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് തരുമായിരുന്നു. നമ്മളെ കുറിച്ച് ആരെന്തു പറയുമെന്ന് ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അങ്ങനെ മഹാനായ രാജാവായിരുന്നു, ഭരണാധികാരിയായിരുന്നു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഒരു കുലമുന്തിരി, ആ പാട്ടിന്റെ പ്രധാനപ്പെട്ട നായകനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിസ്കാരപ്പായിരുന്ന് കരയുകയാണ്. കരഞ്ഞപ്പോൾ ആ സമയത്താണ് തന്റെ ഫാത്തിമയായ ഭാര്യ ഫാത്തിമ വന്ന് കയറി വരുമ്പോ ചോദിക്കുന്നുണ്ട്, യാ അമീറുൽ മുഅ്മിനീൻ, എന്തിനാ നിങ്ങൾ കരയുന്നത് അമീറുൽ മുഅ്മിനീൻ എന്ന് ചോദിക്കുമ്പോ, യാ ഫാത്തിമ, ഇന്നി തഖല്ലത്തു അംറ ഉമ്മത്തി മുഹമ്മദാ. ദുനിയാവിൽ ജീവിക്കുമ്പോ മറ്റുള്ളവരെ കുറിച്ചും കൂടി വന്ന് ചിന്തിച്ച് അവരെ വിഷമങ്ങൾ കൂടി ഒന്ന് മനസ്സിൽ കണ്ട് രോഗികളായ ആളുകളുടെ വീട്ടിൽ പോയി അവരെ ഒന്ന് സന്ദർശനം നടത്തി അവരെ പുറത്തൊന്ന് തടകിയിട്ട് അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തിറങ്ങുന്നതിനേക്കാൾ വലിയ പുണ്യം വേറെ ഏതുണ്ട് സഹോദരങ്ങളെ? നമ്മൾ തിരക്കിലാണ്, ഓട്ടത്തിലാണ്, നമ്മുടെ ബിസിനസിന്റെയും നമ്മുടെ സംവിധാനങ്ങളുടെയും പിറകിലാണ്. അങ്ങനെ മരിച്ചു പോയാൽ ഒരു മൃഗം പോലും നമ്മളെ മയ്യത്ത് തിരിഞ്ഞു നോക്കാൻ വരൂല്ല. കൊല്ലങ്ങളായി ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകളെക്കാൾ സഹോദരങ്ങളെ, ചില ആളുകളുടെ മയ്യത്തിന് ആളുകൾ നിങ്ങൾ കൂടുന്നത് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടെന്നറിയോ? ദുനിയാവിൽ അവർ ചെയ്തു വെച്ച നന്മകളാണ്. നമുക്കും അതിന് തൗഫീക്ക് തരട്ടെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ സാഹചര്യത്തെ ഉൾക്കൊണ്ട മനുഷ്യനാണ്. ഭരണാധികാരിയായിരുന്നു, വലിയ ചക്രവർത്തിയായിരുന്നു. വർത്തമാന കാലഘട്ടത്തിന് രാജ്യത്തെ കൊള്ളയടിക്കുന്ന ചക്രവർത്തിമാരെ പോലെയല്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ആ വീട്ടിലൊരു കിളവി വരികയാണ്, ഒരു കിഴവിയായ പെണ്ണ്. ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണിനോട് പറയുന്നു, ഒരു കാര്യം ചൊല്ലൂ പെണ്ണേ, ഉമർ ഖലീഫ താമസമെവിടെ, ഒരു കാര്യം അവരോടോതാൻ തങ്ങളെ വീടെവിടെ. ഒരു കാര്യം പറയാൻ വന്നതാണ്. ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട് എവിടെയാണ്? ഇത് കേട്ട് പുഞ്ചിരിയോടെ ഫാത്തിമ ചൊല്ലി, നിങ്ങളിരിക്കൂ, ഇത് തന്നെ അവരുടെ വീട്, കാര്യം ചൊല്ലിടുവീൻ. നിങ്ങൾ എന്താ വിഷമിക്കുന്നത്? നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോ. ഈ കാണുന്ന കൂര തന്നെയാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്. ഈ കൂര ഉമർ ഖലീഫ തങ്ങളെ വീടോ, സുബ്ഹാനല്ലാഹ്, ഇതുപോലെ വേറൊരു കുടില് നാട്ടിലുമില്ലല്ലാഹ്. തന്റെ കുടിലിന്റെ പുനർനിർമ്മാണം നടത്താൻ വേണ്ടി വന്ന ഉമ്മ, അയൽ രാജ്യത്തുള്ള ഉമ്മ വന്നപ്പോ തന്റെ കൂരയേക്കാൾ ചെറിയ കൂര ചോർന്നൊലിക്കുന്നൊരു കൂരയിലാണ് ആ നാട്ടിലെ ചക്രവർത്തിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കിടക്കുന്നറിഞ്ഞപ്പോ, ഇതുപോലൊരു കൂര ഈ നാട്ടിൽ വേറെ എവിടുമില്ല റബ്ബേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ എന്താ? നമുക്ക് നിസ്കരിക്കണമെങ്കിൽ സമയം കണ്ടെത്തണം, നമ്മുടെ ബിസിനസ്സുകൾ ഒഴിവാക്കണം. അവ്വൽ വഖ്ത് വന്ന് നിസ്കരിക്കാൻ നമുക്ക് തടസ്സമാകുന്നത് ചെറിയൊരു വേദനയാണെങ്കിൽ, ചെറിയൊരു കൈകാല് തരിപ്പാണെങ്കിൽ, ചെറിയ തലവേദനയാണെങ്കിൽ, ചെറിയൊരു ശ്വാസം മുട്ടാണെങ്കിൽ, ചെറിയൊരു പ്രതിസന്ധിയാണെങ്കിൽ, കച്ചവടക്കാരെ, നിങ്ങളുടെ കച്ചവടമാണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ, നാളെ റബ്ബിന്റെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് നീ എന്റെ പള്ളിയിൽ അവ്വൽ വഖ്ത് വന്നില്ല? മറുപടി പറയാതെ ഒരൊറ്റയാളുടെയും ഇരിക്കുന്ന കാലിന്റെ ഒരു ചാൺ ഉയരത്തിൽ സൂര്യൻ വന്ന് നിന്നിട്ട് താഴെ ചെമ്പിന്റെ തറയിൽ വിയർത്തൊലിക്കുന്ന ഒരു നാൾ ഈ ചോദ്യത്തിന് മറുപടി പറയാതെ ഒരൊറ്റ മഖ്ലൂക്കിനെയും അല്ലാഹു അനകൂല്ല. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിലേക്ക് മടങ്ങി.
അള്ളാഹുവേ ഉള്ളൂ ഈ സാഹചര്യങ്ങൾ വിശാലമായതും ചെറുതും വലുതും ഒക്കെ, പണവും പദവിയും വീട് ചെറുതും വലുതും സംവിധാനങ്ങൾ കൂടുതലും കുറവും റബ്ബ് തന്നതാ. നിനക്കത് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ. സംവിധാനങ്ങൾ കൂടിയവർക്ക് അതെങ്ങനെ കൂടി, ആ കൂടി എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും വേണ്ടി അള്ളാന്റെ പരീക്ഷണമാ. നിങ്ങൾ കണ്ടില്ലേ അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് അല്ലെങ്കിൽ ആ ശരീരം അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആ മനുഷ്യനെ കണ്ടെത്താൻ നോക്കിയിട്ട് 10 ദിവസമായി. പള്ളിയുടെ അടിയിൽ വിഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ആധുനിക സംവിധാനങ്ങൾ ഇത്രമേൽ കൂടുതലുള്ള ഒരു രാജ്യത്താണ്. ഇതൊന്നും ഓർക്കണം, 10 ദിവസമായി കപ്പൽ പോലും കണ്ടെത്തിയിട്ടില്ല. വാർത്തക്കാർക്ക് ആഘോഷമാ, പെരുന്നാളാ. വിശുദ്ധമായ ഇസ്ലാമിന് ചില കാഴ്ചപ്പാടുണ്ട്. വിശുദ്ധമായ ഇസ്ലാം ഇതൊക്കെ വെച്ചുകൊണ്ട് അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും എത്രമേൽ നീ ഉയർന്നാലും, എത്ര ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മുകളിലാണ് മനുഷ്യ നീയെങ്കിലും പറയുന്ന പാഠം, മനുഷ്യ നിന്നെ ബലഹീനനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. നിനക്കൊന്നിനും കഴിയില്ല, ഒന്നിനും കഴിയില്ല. നമുക്ക് സഹോദരങ്ങളെ, ശ്വാസം മേൽപോട്ട് വലിച്ചിട്ട് താഴ്പോട്ട് വിടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു സംഭവം വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലമ്മാ ദക്കറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുറൂൻ അൽ മാളി അന്നഹും യബ്അസൂന ബഅദൽ മൗത്ത്, മരണശേഷം ആളുകൾ പുനർജീവിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ, മരിച്ചതിന് ശേഷം ആളുകൾ വീണ്ടും എഴുന്നേറ്റ് വരും എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോ, മക്കയിലെ അഹ്ലുകാരായ ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ആ മക്കയിലെ കൊടിയ ശത്രു അവിടെ തറയിൽ കിടന്ന മനുഷ്യന്റെ ഒരു എല്ലും കഷ്ണം എടുത്ത് ഇങ്ങനെ പൊടിയുന്ന എല്ലും കഷ്ണം എടുത്ത് കൈയിട്ട് പൊടിച്ചിട്ട് ഇങ്ങനെ കാറ്റിൽ എന്ന് പറയുന്നു. ഉബയ്യ് ഇബ്നു ഖലഫ് എന്നിട്ട് പറഞ്ഞു, ഉബയ്യ് ഇബ്നു ഖലഫ് പറയാ, ഫജഅല യഫ്തഹു ബിയദിഹി യാ അഹ്ല മക്ക, എടോ മക്കയിലെ മാടമ്പിമാരെ, ഇന്ന മുഹമ്മദൻ യസ്അമു അന്ന ഇദാ മിത്തനാ വകുന്നാ ഇളാമൻ ബാലിയ മിസ്ലൽ ഹാദൽ ഇളാം വകുന്നാ തുറാബാ, മരിച്ചു കഴിയുമ്പോ ഇതുപോലെ നുരുമ്പിച്ച് പറന്നു പോകേണ്ട എല്ലും കൂട്ട് ജീവിച്ചു വരുമെന്നാണ് മുഹമ്മദ് വാദിക്കുന്നത്. അവനെന്ത് പൊട്ടനാ എന്ന് പറയുമ്പോ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങുകയാണ്. ഈ സംഭവം നടക്കുമ്പോ റൂഹുൽ അമീൻ ജിബ്രീൽ പറന്നിറങ്ങുകയാണ്, നബിയേ, ഞാൻ നിങ്ങൾ ഓതാറുള്ള സൂറത്ത് യാസീന്റെ ആയത്തുണ്ടല്ലോ, വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹ ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. നബിയേ, എല്ലുകളെല്ലാം ഒരുമ്പിച്ച് പോയതിനു ശേഷം പിന്നെ പുനർജീവിക്കില്ലെന്നാണോ അവര് പറയുന്നത്? ഖുൽ നബിയേ, അവരോട് പറഞ്ഞു കൊടുക്ക്, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. നബിയേ, ആദ്യം ഞാനാണോ പടച്ചത് ഇവരെ? ആദ്യം ആരായവന്മാരെ പടച്ചെന്ന് ചോദിക്കും നബിയേ. ആ പടച്ച റബ്ബായ എനിക്ക് ഒന്നും കൂടി അവരെ പടയ്ക്കാൻ എനിക്കെന്ത് ബുദ്ധിമുട്ടാ നബിയേ? അവരോട് പറ, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുക മിസ്ലഹു വലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ആകാശഭൂമികളെ സംവിധാനിച്ച സംവിധായകനായ ഞാനല്ലയോ ഇതെല്ലാം പടച്ചു വെച്ചിരിക്കുന്നത്? അവരോട് തെളിയിക്കാൻ പറ നബിയേ. രാത്രി ഉതിർന്നു വരുന്ന ചന്ദ്രനോട് ചോദിക്കാൻ പറ, പ്രകാശം ആരാ തരുന്നതെന്ന്. രാവിലെയാകുമ്പോ പ്രകാശത്തിന്റെ സൂര്യകിരണങ്ങൾ അടിച്ചു വീശുന്ന സൂര്യനോട് ചോദിക്കാൻ പറ, ആരാണ് ആ പ്രകാശം അവന് കൊടുത്തതെന്ന്. എന്നിട്ട് അവരെന്തേ ചിന്തിക്കാത്തതെന്നല്ല പറയുമ്പോ, വർത്തമാന കാലഘട്ടത്തിൽ എത്ര ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉയർന്നാലും, എത്ര സംവിധാനമുണ്ടായാലും, മണ്ണ് പോലെ ദുരമ്പിച്ച് കബറിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് പുനർജീവിച്ച് ഏത് വെള്ളക്കെട്ടിന്റെ അടിയിൽ പോയാലും, ഏത് ലോറിയുടെ അടിയിൽ പോയാലും പുനർജീവിപ്പിക്കാനും ജീവൻ കൊടുക്കാനും തിരിച്ചു കൊണ്ടുവരാനും ഒരേ ഒരു റബ്ബിനെ കഴിയുള്ളൂ. അത് അല്ലാഹയാന്നുള്ള ബോധം ആദ്യം ഉണ്ടാകേണ്ട നമുക്കാണ്. എന്നിട്ട് നമുക്ക് ദുആ ചെയ്യണം. ആ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നു, എന്റെ ഭർത്താവിന്റെ മുഖം ഒന്ന് കണ്ടാൽ മതിയായിരുന്നുവെന്ന്. ആ റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. അതിവേഗം വളരെ ധൃതിയിൽ എവിടെയാണോ ആ ശരീരമുള്ളത് അത് കണ്ടെത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ ദുആയാണ് അതിന്റെ പിന്നിൽ ഏറ്റവും വലിയ ആയുധം. അള്ളാഹു നമുക്കൊക്കെയും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. മരണപ്പെട്ട മാതാവിന് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ ഒരു സഹോദരൻ